ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉന്നക്കായാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നേന്ത്രപ്പഴം എടുത്ത് നന്നായി കഴുകി രണ്ട് സൈഡൊക്കെ ഒന്ന് മുറിച്ച് മുറിച്ചെടുത്ത് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് തേങ്ങയും അണ്ടിപ്പരിപ്പ് മുന്തിരി മുട്ടയും ഏലക്കായ പൊടിച്ചതും പഞ്ചസാരയും നെയ്യുമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോയ പഴം എടുക്കരുത്. ഇത് കുറച്ചൊന്ന് പാകമായ പഴമാണ് എടുത്തത്. പഴത്തൊന്ന് ചൂട് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത നാര് പോലെയല്ലേ അതൊക്കെ എടുത്ത് മാറ്റണം. എല്ലാ പഴത്തിൽ നിന്നും നമുക്ക് ഇതേപോലെ എടുത്ത് മാറ്റാം. മുഴുവനും ഇതേപോലെ എടുത്ത് മാറ്റി ഇനി നമുക്ക് ഈ പഴം നന്നായി ഉടച്ചെടുക്കണം. ഒരു ഫോർക്കോ സ്പൂൺ അല്ലെങ്കിൽ പൊട്ടറ്റോസ് മെഷർ വെച്ച് ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഉടച്ചെടുക്കരുത്, അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകും. ഇതിൽ കുറച്ച് ലൂസായി തോന്നിയുകൊണ്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കൈവച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഒന്ന് വറുത്ത് എടുക്കണം. ഞാനിത് ആദ്യം കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ടും ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വെക്കണമെന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങയിട്ട് വറുത്തെടുക്കാം. ഇനി അതിന് ശേഷം ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് തേങ്ങ അതാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് ചേർക്കുന്നത്. പിന്നെ ഈ മുട്ട ചേർത്തുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, മുട്ടയുടെ ടേസ്റ്റൊന്നും വരില്ല, നല്ല രുചി തന്നെയാണ്. മുട്ട ചേർക്കാതെ ഉണ്ടാക്കട്ടോ. അതിലേക്ക് ഏലക്കായ് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് ഫില്ലിങ് റെഡിയായി. നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരി വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പഴക്കൂട്ടില്ലേ റെഡിയാക്കി വെച്ച് അതിൽ നിന്നും ഓരോ ഉരുളകളാക്കി എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് പരത്തി എടുത്തിട്ട് നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് നമുക്കിതേപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ എല്ലാ ഉന്നക്കായും ഇതേപോലെ ഷേപ്പാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിത് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പഴം അത്യാവശ്യം നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുത്തതാണ്. പിന്നെ ഫില്ലിങ്ങും വെന്തതാണ്. അതുകൊണ്ട് ഒരുപാട് ഇതൊന്നും വേവിച്ചെടുക്കാനൊന്നുമില്ല. ഒരു ബ്രൗണിഷ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ഉന്നക്കായ റെഡി. അപ്പോൾ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുക ഉന്നക്കായ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു.